ഹലോ. അത് അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഇങ്ങനെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര പാടല്ലേ നമുക്ക് പൊതുവെ, അല്ലേ? എല്ലാവരും എന്ന് പറയത്തില്ല, പക്ഷെ എന്നാലും പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. ഒരാൾ നല്ലത് ചെയ്താൽ അത് നന്നായിട്ടുണ്ട് എന്ന് അവർ ചോദിക്കാതെ പറയാൻ നമുക്ക് ഭയങ്കര മടിയാണ്. അതൊരു പക്ഷേ ചെറിയ അസൂയ കൊണ്ടാവാം. ഇപ്പോൾ പിന്നെ അതൊക്കെ വലിയ കാര്യമാണോ എന്നുള്ള ആ ഒരു ഭാവമായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും എന്ന് നമുക്കറിയത്തില്ലല്ലോ. അറിയാമോ? നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബോൾ എടുത്തുകൊണ്ട് വന്നാൽ പോലും നമ്മൾ ബോൾ എടുത്തിട്ട് വന്നല്ലേ എന്ന് പറഞ്ഞാൽ കൈ അടിക്കത്തില്ലേ? അതെന്തുകൊണ്ടാണ്? അവർക്കത് വലിയ കാര്യമാണ്. ഒരു ബോൾ എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമാണ്. പക്ഷെ നമുക്കെന്താ, അത് ബോൾ ഇപ്പോൾ എടുത്തിട്ട് വന്നപ്പോൾ എന്താ, ഒന്നുമില്ല, അല്ലേ? പക്ഷെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്താലേ അവർ വീണ്ടും വീണ്ടും ചെയ്യുള്ളൂ. അവർ ചെയ്തു എന്നുള്ളൊരു എൻകറേജ്മെൻറ്റ് കിട്ടിയാലേ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ കൊണ്ട് കാണിക്കാനും ഒക്കെ അവർക്ക് തോന്നുള്ളൂ, അല്ലേ? നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ വലുതായി എന്ന് പറഞ്ഞാൽ ആ ഒരു എൻകറേജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതൊക്കെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. ഞാൻ പൊതുവെ എൻ്റെ സ്വഭാവം, ചെറിയ കുട്ടിയായാലും വലിയ ആൾക്കാരായാലും അവർ ചെയ്യുന്ന കാര്യം ചെറുതായാലും വലുതായാലും ഒക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാതെ, അവരിങ്ങോട്ട് ചോദിക്കാതെ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. കാരണം അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടാതെ പോയതുകൊണ്ടായിരിക്കാം അത് കിട്ടുമ്പോൾ ഉള്ള സുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അറിഞ്ഞൂടാ. ബട്ട് വാട്ട് എവർ, ഓരോ ആൾക്കാരും ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിലിടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ആഹാരം ഉണ്ടാക്കുമ്പം ചെറിയൊരു ഡിഷായിരിക്കാം, പക്ഷെ ചെറിയ ഡിഷാണെങ്കിലും അത് നല്ല ടേസ്റ്റോടെ കഴിക്കുമ്പോഴല്ലേ നമുക്ക് ഫുഡ് കഴിച്ചു എന്നൊരു സുഖം എന്ന് പറയും. നമ്മൾ ചില ഹോട്ടലിൽ കയറുമ്പോൾ നമ്മളെന്താ പറയുന്നത്, വെറുതെ കാശ് കൊടുത്തു. അത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് ചേരാത്തതുകൊണ്ടാണ്, അത് നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ കുക്കിംഗ് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം. ടേസ്റ്റ് ബഡ്സിനെ മാത്രം പറയാൻ പാടില്ലല്ലോ. ചില ആൾക്കാർ ആഹാരം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. പൊതുവെ അമ്മമാർ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ടേബിളിൽ വെച്ച് കഴിയുമ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ പറയുള്ളൂ, അടിപൊളി ഫുഡാണല്ലോ, അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരത്രയും കഷ്ടപ്പെട്ട് വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴായിരിക്കാം ചിലപ്പം ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ അവർക്ക് അതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. അവർക്കെന്നല്ല, പൊതുവെ എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് ഒരാൾ പറയുമ്പം നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും, ഇല്ലേ? ഇപ്പം നമ്മൾ ഈ മൃഗങ്ങളെയും പക്ഷികളെയും ചെടികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ എത്രമാത്രം അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അതിനോട് അറ്റാച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും പറയാം, നമ്മൾ ചെടികളുടെ അടുത്ത് പോയിട്ട് ഇന്ന് പൂ കുറവാണല്ലോ, അല്ലെങ്കിൽ ഞാൻ വെള്ളം തരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ, നിന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ഇതിനോട് കുറേ നെഗറ്റീവായിട്ട് മാത്രം 2 ബോക്സിലിട്ട് വെച്ചിട്ട് ഒരു ബോക്സിലിരിക്കുന്നതിനടുത്ത് നെഗറ്റീവായിട്ട് മാത്രം സംസാരിച്ചിട്ട് മറ്റേ ബോക്സിലിട്ട് വെച്ചിരിക്കുന്ന അരിയുടെ അടുത്ത് വളരെ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എത്രയോ ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, ആ നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിച്ച കുറച്ച് പാത്രത്തിലിരുന്ന സാധനം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ചീത്തയായിപ്പോയി എന്ന് പറയുന്നു. സോ അതേപോലെയാണ്, നമ്മളിപ്പോൾ ഒരാളുടെ കുറ്റം മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരിലുള്ള നന്മ കാണാൻ നമുക്കൊരു ഗ്യാപ്പേ കിട്ടത്തില്ല, ഇല്ലേ? അവർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും, ആ നല്ല കാര്യത്തിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണാനുണ്ടാവും. ഒരുപാട് സിറ്റുവേഷൻസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പല ആൾക്കും ഇപ്പോൾ നമുക്ക് ഒരു വ്യക്തിയോട് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ വ്യക്തി നല്ലത് ചെയ്താലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അവരല്ലേ ചെയ്ത്, ആ ഒരു ആറ്റിറ്റ്യൂഡ് വരും. പക്ഷേ എല്ലാവരിലും നന്മയുണ്ടല്ലോ. അവർ ചെയ്ത ഏതോ 1-2 കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരുമായിരിക്കും, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവരുമായിട്ട് ഒട്ടും യോജിക്കാനും പറ്റില്ലായിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന നല്ലതിനെ നല്ലതല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയാൻ കുറച്ച് ഗട്ട്സ് വേണം. അത് ആക്ച്വലി കുറവാണ് എന്ന് തോന്നുന്നു പൊതുവെ.
കാരണം ആ ആളിനോടുള്ള ഒരു വൈരാഗ്യം, അല്ല വൈരാഗ്യം എന്ന് പറയില്ല, ആ ആളിനോടുള്ളൊരു ഇഷ്ടക്കുറവ് നമ്മളവർ ചെയ്യുന്ന നന്മയോടും കാണിക്കും. എനിക്ക് ഇന്ന ആളിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്താലും എനിക്കിഷ്ടമല്ല. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അവർ നല്ലതാണ് ചെയ്യുന്നെങ്കിൽ നല്ലതായിട്ടുണ്ട് എന്ന് തന്നെ പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം, അല്ലേ? എന്നാലേ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ചീത്ത ഒരു ശീലം അല്ലെങ്കിൽ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ അവർ ശ്രമിക്കുകയുള്ളൂ. അവരോട് ആരെങ്കിലും നല്ലത് പറഞ്ഞാലല്ലേ അവർക്കത് അറിയാൻ പറ്റുള്ളൂ. അവരുടെ അടുത്ത് എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊന്നും നന്നായിട്ടില്ല, ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നല്ലേ, ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ട് പറയാൻ എന്താ എന്ന് പറയുന്ന ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പം അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പലപ്പോഴും വലുതാണ്. കാരണം അത്രയും ചെയ്യാൻ പോലും ഒരു പക്ഷേ അവർക്ക് എനർജി ഉണ്ടാവത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം, നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ആരോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ അവരെ കാണത്തില്ലായിരിക്കും, ജസ്റ്റ് ഒരു പാസ് ബൈ, ഓ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതൊരു 1-2 പേര്, ചില പ്രിയപ്പെട്ടവർ പറയുമ്പോൾ അതിലും കൂടും. അപ്പോൾ ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറയാൻ ഇറ്റ് ടേക്സ് ലൈക്ക് എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എത്ര സമയമാണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, മോശമാണെങ്കിൽ മിണ്ടാതെങ്ങിരുന്നുള്ളൂ. വെറുതെ എന്തിനാ പോയിട്ട് അവരെ ശല്യം ചെയ്യുന്നത്, ഇല്ലേ? അതുകൊണ്ട് മാക്സിമം മറ്റുള്ളവർക്കും കൂടെ വളരാനുള്ള വെള്ളം കൊടുക്കുക, സ്വയം വളരണം. ഈ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നമ്മളെയും കൂടെ ഒന്ന് എൻകറേജ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും രാവിലെ എണീറ്റ് പലതും ചെയ്യാനുള്ള ചിലപ്പോൾ മൂഡ് കാണത്തില്ല, ആരോഗ്യം കാണത്തില്ല, പക്ഷെ പലപ്പോഴും അത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യമായിരിക്കാം. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ഇത്രയും ചെയ്തല്ലോ എന്ന് പറയണം. അല്ലാതെ ബാക്കിയുള്ളവർ നോക്കി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും എൻകറേജ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് നമ്മളെ ഒരു വിശ്വാസം വേണം, നമ്മൾ നേരായ വഴിയാണെന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും കൂടെ എൻകറേജ് ചെയ്യാൻ പറ്റുള്ളൂ. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ സ്വയം, ഇപ്പോൾ 10 പേര് പറഞ്ഞില്ലെങ്കിലും ഓക്കെ, സ്വയം ഒരു പ്രാവശ്യം പറയാം, ഓക്കെ അറ്റ്ലീസ്റ്റ് നീ ഇന്ന് ഇത്രയെങ്കിലും ചെയ്തല്ലോ, സാരില്ല, നമുക്ക് ബാക്കി നാളെ ശരിയാക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. രാവിലെ എണീറ്റിട്ടാണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കണം, ഇന്ന് നമ്മൾ ചെയ്യും. ആ നമ്മളെന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാണ്. സ്വയം രാവിലെ എണീറ്റ് ഓരോന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. ചില സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുമ്പോഴില്ലേ, അവരത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ നമ്മൾക്ക് അതിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലെവലിലായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമെന്നല്ല, അത്ര അങ്ങനെ പ്രതീക്ഷിച്ച് പോകാനും പാടില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പക്ഷെ വേറൊരാൾ അത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇനിയും ചെയ്യണം എന്ന് ഉള്ള ഒരു തോന്നൽ, അത് വരുന്നത് ആരെങ്കിലുമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെയാണ്. സ്വയം നമ്മൾ എത്രമാത്രം എൻകറേജ് ചെയ്താലും ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ മാക്സിമം ശ്രമിക്കാം. നല്ല കമൻറ്റ് പറഞ്ഞില്ലെങ്കിലും എപ്പോഴും ഇങ്ങനെ കളിയാക്കി പരിഹസിച്ച് അങ്ങനെയൊക്കെ പറയാതെ നന്നായിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കുക, ഒരു ട്രയൽ. ചിലപ്പോൾ നന്നായാലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.